നിങ്ങളെയും ഈ ലോകം മുഴുവനെയും രക്ഷിക്കുന്ന നിയമം ഏതാണ്? ഹലോ ഹല്ലേലൂയ. ഇന്ന് മനുഷ്യൻ നിലനിർത്തുന്ന ഒരു നിയമമാണ് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. അതുകൊണ്ടെന്താ ഗുണം? ഒരു ഗുണവുമില്ല. ലോകം മുഴുവൻ യുദ്ധമാണ്. റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം, ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം, ഇസ്രായേൽക്കാരും പലസ്തീൻകാരുമായി യുദ്ധം. ഒന്നിനും അവസാനമില്ല. അപ്പോൾ ഈ യുദ്ധവും അക്രമവും കൊണ്ട് നമ്മുടെ ശത്രു ചെയ്ത തെറ്റ് നമുക്ക് തിരുത്താൻ സാധിക്കുമോ? ഒരിക്കലും നടക്കില്ല. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവന്ന എല്ലാവരും പറയുകയാണ്, ഈ സ്ത്രീ തെറ്റ് ചെയ്തു. അപ്പോൾ ഈശോ പറയുന്ന മറുപടി ഇതാണ്: നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. അപ്പോൾ ആരും എറിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരുടെ കയ്യിലും തെറ്റുണ്ട്. അതുപോലെ തന്നെ യുദ്ധങ്ങളുണ്ടാകുമ്പോൾ ശത്രുരാജ്യം വലിയ തെറ്റു ചെയ്തു എന്ന് വിചാരിച്ചാണ് അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ പുറപ്പെടുന്നത്. അത് യുദ്ധം ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. പാഠം പഠിപ്പിക്കൽ തൽക്കാലം നടക്കുകയുമില്ല. ഈശോ പറയുന്നു, സ്നേഹം കൊണ്ട് ഈ യുദ്ധം നമുക്ക് തീർക്കാൻ സാധിക്കും. സ്നേഹം കൊണ്ട് നമുക്ക് ഈ ശത്രുവിനെ നേരെ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോഴും നമ്മൾ ചിന്തിക്കുക, സമാധാന കരാർ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? രണ്ട് രാജ്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ മാത്രമേ സമാധാന കരാർ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ആ സമാധാന കരാറിനോടൊപ്പം കുറച്ച് സ്നേഹവും കൂടി ഒഴുക്കിയാൽ ശാശ്വതമായ സമാധാനം നമ്മൾ കണ്ടെത്താൻ സാധിക്കും. ഇത് രാജ്യങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇത് ബാധകമാണ്. സ്നേഹം കൊണ്ട് ശത്രുവിനെ നേടുക, അതാണ് ലോകത്തിൽ നമ്മളെ രക്ഷിക്കുന്ന, ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന ഒരേ ഒരു നിയമം. ഹലോ ഹല്ലേലൂയ.